അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിത്യജീവിതത്തിൽ നാം പതിവാക്കേണ്ട മഹത്തായൊരു ഇബാദത്താണ് നിസ്കാരം എന്നുള്ളത്. അത് മുറ പോലെ തെറ്റാതെ കൃത്യമായി അദാഓടുകൂടെ നിസ്കരിക്കാൻ നാം എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട്. നിസ്കാരം നാം നിലനിർത്തുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കാൻ കാരണമാകും. ദുനിയാവിൽ എന്നല്ല, നാളെ നാം മരിച്ചു ചെന്നാലും ആ സ്വലാത്ത് കൊണ്ട് നമുക്ക് വിജയിക്കാൻ കാരണമാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമ്മെ ഉണർത്തുകയാണ്. നമ്മുടെ ജീവിതത്തെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും പരിശുദ്ധമാക്കപ്പെട്ട നിസ്കാരം കൊണ്ട് പരിഹാരമാകുമെന്ന് മഹാന്മാർ നമ്മെ രേഖപ്പെടുത്തി വെക്കുകയാണ്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ പ്രിയപത്നിയായ ജുവൈരിയ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞുകൊടുത്ത, ചൊല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചതായ ഒരു മഹത്തായ ദിക്റാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. ഇത് എപ്പോഴാണ്, എങ്ങനെയാണ് ചൊല്ലേണ്ടത്, ഏത് സമയത്താണ് ചൊല്ലേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ ഞാൻ വിവരിച്ചു തരാം. ഏതാണ് ആ ദിക്ർ? എല്ലാവരും ഒന്ന് ശ്രദ്ധയോടുകൂടെ കേൾക്കണേ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി എന്ന മഹത്തായ ദിക്റാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി എന്ന മഹത്തായ ദിക്ർ വളരെ ചെറിയ രൂപത്തിലുള്ള ദിക്റാണ്. അത് നാം പതിവാക്കുക. ഇനി എപ്പോഴാണത് ചൊല്ലേണ്ടത്? നാം എല്ലാവരും നിസ്കരിക്കുന്നവരാണ്. മഹത്തായ സുബ്ഹി നിസ്കാരം നിസ്കരിച്ചതിന് ശേഷം അതേ സ്ഥലത്ത് ഇരുന്ന് ദിക്റും ദുആകളുമെല്ലാം കഴിഞ്ഞ് ആ സ്ഥലത്തിരുന്നു കൊണ്ട് നാം ഈ ദിക്ർ പതിവാക്കി അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം എന്താണോ അത് മുൻനിർത്തി ദുആ ചെയ്താൽ അതിൽ അള്ളാഹു വലിയ വിജയം തരുമെന്ന് മഹാന്മാർ നമ്മളോട് പറയുകയാണ്. എല്ലാവരും ജീവിതത്തിൽ അത് പകർത്തുവാൻ, ജീവിതത്തിൽ അത് നിത്യമാക്കി കൊണ്ടുപോകാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതം എപ്പോഴും പ്രശോഭിതമാകുന്നതാണ്, സന്തോഷമാകുമെന്ന് ഉണർത്തി എല്ലാവർക്കും നല്ലൊരു ജീവിതം പടച്ച തമ്പുരാൻ നൽകി അനുഗ്രഹിക്കട്ടെ എന്ന ആത്മാർത്ഥമായ പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.